ജാൻമണിയോടില്ല. രാത്രി കൺഫ്യൂഷൻ ഒന്ന് വിളിച്ചായിരുന്നു. ജാൻമണി രാവിലെ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലെ പ്രശ്നം കഴിഞ്ഞപ്പോ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പ്രശ്നം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ജാൻമണി പഠിച്ചിട്ട് പോടാ. രാവിലത്തെ കേസ് ഇട്ട പിന്നെ പൊട്ടും. രശ്മിനെ മാത്രം വിളിക്കാം. കാണാനില്ലെന്ന് റൂമിലേക്ക് പോയോ? അറിയോ? ഞാൻ പെട്ടില്ല. അപ്സര പെട്ടില്ല. അപ്പോഴത്തെ അർജുൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എന്തൊക്കെയോ വായി തോന്നെ വിളിച്ചു. ഞാൻ ചായ കൊടുത്തില്ലെന്ന് പറഞ്ഞ അത് രാവിലത്തെ വിഷയം എന്തൊക്കെയോ കുറെ വിഷയങ്ങളാക്കി. എന്നെ കുറെ പറഞ്ഞു, ഇവിടെ കുറെ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, വഴക്ക് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കരുത്, ജാനി ചേച്ചി കാണുന്നില്ല. പിന്നെ രാവിലെ ഞാൻ കേട്ടത് ഒന്നുകൂടെ കൺഫ്യൂഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. മെഡിക്കൽ റൂം കൺഫ്യൂഷൻ റൂമിൽ കേട്ടു, റൂമിലേക്ക് വരാൻ പറഞ്ഞു. പോയി വെട്ടിയില്ല. എന്താ എന്താണ് എന്താ എന്താ എന്തുവാ എന്തുവാ ഞാൻ പെട്ടെന്ന് കണ്ടാൽ എന്റെ അമ്മേ രണ്ടുപേരെ പറ്റിച്ച്. നോറ ഇങ്ങനെ ഞെട്ടി വന്നില്ലേ, അപ്പത്തിന് അവരെല്ലാം ഞെട്ടി ഓടി വരും എല്ലാവരും. എന്തൊക്കെയാ കണ്ടത്? അറിഞ്ഞോണ്ടാണോ? വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിച്ചിരുന്നോളാം പറ. രാത്രി ഉറങ്ങിയിട്ട് പോയില്ല. ഉറങ്ങിയ രാവിലെ തണുപ്പത്ത് പ്ലാൻ ചെയ്തത്. എന്നിട്ടാണ് നീ ഫ്രണ്ടി വന്നിരുന്നതൊക്കെ ഡ്രാമ. നീ ഡ്രാമ ഞാൻ കാര്യം വിശ്വസിച്ചോ? ഇല്ലേ ഇല്ല. എന്നിട്ട് ഇവിടെ പോകാതെ വാങ്ങി കുത്തിയിരിക്കുക. പല്ല ഇല്ലാത്ത ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ട് നടക്കുമായിരുന്നു. ശരി, കുറച്ച് നേരം കൂടെ കൊണ്ടുപോകും. ഞാൻ പറയുന്നത് അത് ഞങ്ങളങ്ങനെ ഇവരെ ഏപ്രിൽ ഫുൾ ആക്കി, സക്സസ് ആയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് ചക്കവറ്റിലോ കടല മിഠായി എന്തെങ്കിലും തന്നോ, കടലയോ എന്തെങ്കിലും തന്നോ, കാറായിട്ട് എന്തെങ്കിലും തരൂ. അവർക്ക് കാരായിട്ട് ആരോ കാര്യമായിട്ട് അല്ല എന്തെങ്കിലും തന്നാ സന്തോഷം. കുറച്ച് മുളക് ഏതോ ബ്ലാക്ക് ഷിപ്സ് ഡൗട്ട്. എന്താ നടക്കണം? ഇതാണ് നമുക്കറിയില്ല. മെയിൻ ബ്ലാക്ക് ഷീപ്പ്. ഉറങ്ങിയിട്ട് പോയി പറ്റുള്ള
അർജുൻ എങ്ങനെയാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറ. All camera straight. When Arjun is coming, camera going up. Camera up. ഞാൻ മാത്രല്ല ഇവരുണ്ടെന്ന്. ഉറങ്ങില് ക്യാപ്റ്റൻ ഉറങ്ങാൻ പാടില്ല. അതെ. ഇല്ല. നിന്നെ എടുത്തിട്ട് അവിടെ പോയിച്ചു. என்ன பேசுற? ഇവിടെ കമ്മോണം. അവിടെ കൊണ്ടുപോയി. നിൽക്കാൻ കൂടെ പറ്റില്ലേ? അത്ര സോമ്പേറിയാ? വെള്ളമുണ്ടോ? ആരും ഞാനാ? താങ്കൾ തന്നെ. എന്റെ പേരുണ്ട്, പേരിൽ പറ. ശ്രീ another content king. സൂര്യഭഗവാനെ What is this? This is a pant. What is this? This is Kara. Bring it time, madam. Okay, cameraman. ജാസ്മിന്റെ കാല് മൊത്തം പൊളിഞ്ഞിരിക്കും. ഒന്ന് മെഡിക്കൽ വിളിക്കും. കാല് നന്നായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. എല്ലാം മാറും. നമ്മൾ ഡാൻസ് സെറ്റ് ചെയ്യാം. ചായക്കകത്ത് മിക്സിൽ ഇട്ട് കഴിക്കുന്ന ജാസ്മിൻ. ജാസ്മിനെ പോവാണോ? ഇത് നമ്മളെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊല്ലേ സത്യല്ലേ പറഞ്ഞേ? Can sleep, no. ചൂടുള്ള കൈ വിടുക. Now you listen. ഏട്ടാ കോഫി എന്ന് പറയണം. ഏട്ടായി കോഫി. അർജുൻ അറിയത്തില്ല. അപ്പം അർജുൻ ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ലെന്ന്
ഋഷി സംസാരിക്കാനുണ്ട്, അൻസിബ സംസാരിക്കാനുണ്ട്, അപ്സര വരുന്നുണ്ട്, ശ്രീതു വരുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ഒരു ഫൈറ്റ് വരുമ്പോഴത്തേ നമ്മൾ പേഴ്സണലി പറഞ്ഞ എന്ത് കാര്യങ്ങൾ എടുത്തിടുന്നത് ഭയങ്കര എനിക്കറിയില്ല. പുള്ളിക്കാരൻ ഞാൻ നിന്റെ സെന്റിമെന്റ്സ് കേട്ടിട്ട് വീണതാ അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സെന്റിമെന്റ്സ് പറഞ്ഞ് വീട്ടിൽ ആരും വീഴ്ത്താൻ. പിന്നെ ഒരു ഫൈറ്റ് വരുമ്പോഴത്തേനും ആ ഒരു കാര്യം എടുത്തിടുമ്പോഴത്തേനും എനിക്ക് തിരിച്ചു പറയാൻ എനിക്ക് അന്നേരം എൻ്റെ ഇറങ്ങിപ്പോവും. എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. ഞാൻ ഇവിടെ ഫസ്റ്റ് കണക്ട് ആയ വ്യക്തി നിങ്ങളാണ്. അവളുടെ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. ഈ മുറി വന്നപ്പോഴത്തേക്കും എനിക്കത് പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ബർത്ത്ഡേക്കും എന്നെ വിഷ് ചെയ്ത് എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങൾ എന്നെ അഫെക്ഷൻ കാണിക്കുന്നില്ല. എനിക്കൊരു പൊസസീവിനെ തോന്നുമായിരിക്കും. എന്ത് പറഞ്ഞാൽ ഋഷി അത് ഭയങ്കര മണ്ടത്തരാണ്. പൊസസീവ് കാണിക്കത്തില്ല. പക്ഷേ ലൈക്ക് എന്നെ വലിയ മൈൻഡ് ചെയ്യുന്നതിനകത്ത് ഫീൽ ചെയ്യും. ഞാൻ അത്ര അഫെക്ഷൻ അടുത്ത് വെച്ചിട്ടും എൻ്റെ അടുത്ത് വലിയ ധാരണയില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ ബർത്ത്ഡേ ആണെങ്കിലും എന്തെങ്കിലും വന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ചെയ്യുന്നത് പ്രതീക്ഷ കാണില്ല. നിങ്ങൾ അതിലൊന്നും കണ്ടില്ല. ഞാൻ മാത്രം ഇങ്ങനെ വലിയ ഇത് വെച്ച് നടക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കിവിടെ ആരും ഞാൻ ഉറപ്പായിട്ടും മുഖത്ത് നോക്കി അവർക്ക് എന്നെ കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എടുത്തുകൊണ്ട് പോയി അവർ എൻ്റെ മൈൻഡ് ചെയ്ത് 2 ദിവസമായിട്ട് പാഷായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്നെ മൈൻഡ് ചെയ്യാതെ ഇവനെ അനുസരിച്ച് ആ റൂമിൽ വരുമ്പോൾ എന്നോട് സംസാരിക്കുന്ന ആളാണ്. ഇന്നലെ അവർക്ക് ഞാൻ അവരെ ഞാൻ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടത്. പുറത്താണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് കോൺടാക്റ്റിലായിരുന്നു. അവർക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടി. ഞാനത് ഭയങ്കര മോശമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് ഹേർട്ടായെന്ന് വെച്ചാൽ അവർക്കൊരു ഗിഫ്റ്റ് കിട്ടി. അത് എൻ്റെ മുമ്പിൽ തന്നെ വന്നിട്ട് ഇവനും അനുസരിക്കും മാത്രമേ. ഞാൻ ആ മുറിയിലുള്ള ആളല്ലേ. ഒരു ബേസിക് ഞാനോട് ചോദിക്കാൻ പോയിട്ടൊന്നുമില്ല. എനിക്ക് ഇമോഷണലി ഫീൽ ആവും. ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് വെക്കുന്നില്ല. വൈരാഗ്യം ഒന്നും എനിക്ക് എന്തിനാണ് അവരുടെ വൈരാഗ്യം. എനിക്ക് അവർ ഇവിടെ നിൽക്കണം എനിക്ക് താല്പര്യമുള്ള ആളാണ്. ഞാൻ ചെല്ലുമ്പോഴത്തേനും അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലാം. ജാൻ മുണിദാസ്. ഞാൻ വലിയ ആളൊന്നുമല്ല. പക്ഷെ എനിക്കും അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്ന എനിക്ക് ആകെയുള്ള ആളാണ്. ഇന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് മാക്സിമം ഒഴിവാക്കുക എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷമുള്ള വ്യക്തിയാണ്. ഇവരുടെ അടുത്ത് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് എന്റെ ഭാഗത്ത് നിന്ന് എന്താ വന്നത് എനിക്കറിയില്ല. എന്ത് വന്നാലും ഞാൻ സോറി. ഞാനത് മനസ്സിൽ തട്ടി പറയാം. എനിക്കറിയില്ല എന്താ വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ അവനും വിഷമം മൂക്കൊക്കെ ചുമന്ന് നോക്ക്. നീ ഒന്ന് നോക്ക്. ജാൻമണി ഇവിടെ എല്ലാവർക്കും ഞാനും ഇന്ന് ഞാൻ കേൾക്കാവുന്ന ലിമിറ്റിൽ കൂടുതൽ ഞാൻ ഒരാളെ പറയുന്നു കേട്ടിട്ടുണ്ട്. മനസ്സിലായി. ഞാൻ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇവിടെ എല്ലാരും വന്ന് കുത്തിയിരിക്കേ. ജാൻമണി എല്ലാരും വായോ. ഹായ് ജാസ്മിൻ. ഹായ് ഗബ്രി. Hi Nora. I love you ജാസ്മിൻ. Love you too, Nora. ഇവിടെ ആരും അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. നോറ ഇവിടെ ഇമോഷണൽ ഡ്രാമ ചെയ്യാൻ വന്നതല്ല. നോറ നല്ല സ്ട്രോങ് പക്ഷെ വീക്കുമാണ്. ശ്രീ വന്നിരിക്കൂ. എന്താ ചൂട്. ചൂട് നല്ലതാ. നല്ല ടേസ്റ്റ്. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ബീച്ചിൽ പോവാം. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം. കാടമുട്ട പിന്നെ കല്ലുപക്കായ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതെല്ലാം കഴിക്കാം. വൈകിട്ടൊരു ടാസ്ക് 7-8 പോവാം. തെറി പാടില്ലല്ലോ. സിറ്റുവേഷൻ പാടി സെറ്റ് കഴിഞ്ഞിട്ടൊരു ചാന്ത് കുഴഞ്ഞൊരു സൂര്യൻ. ഇതായിരുന്നു പാട്ട്. ഈശ്വര എക്സ്പ്രഷൻ ഒന്ന് നോക്കണം.
നൂറ് എവിടെ നോക്കുക നൂറ് ബാത്റൂമിൽ എന്ത് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് നേരമായിട്ട് നീ എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രൊഡക്ഷൻ ടീമിന് വെള്ളം തീർന്നു. അതാണ് പ്രശ്നം. ഇപ്പോഴാണ് മനസ്സിലായത് പ്രൊഡക്ഷൻ വെള്ളമില്ല. ടാങ്ക് പറ്റി അതാണ്. എന്റെ ഇന്ന് വരൾച്ച തല അടിച്ചു. 2 മണിക്കൂറൊക്കെ അതിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻ നടന്നറിയോ? അത് നീ മിസ് ചെയ്തല്ലോ. 1 മണിക്കൂറോ? നമ്മള് ദുർഗുണ മറ്റേ ജിവനൽ ഹോമിലേക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ജിന്നപ്പനാണ്. അവിടെ വിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായി വരാനാണ് നമ്മൾ വിടുന്നത്. കൊച്ചു പിള്ളേരെയും തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഇവിടെ നന്നാക്കാനാണ് വിടുന്നത്. ചിലവരെ തീഹാർ ജയിലിലേക്കൊക്കെ വിടേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമുക്ക് നന്നാക്കാൻ വേണ്ടി നമുക്ക് ജിന്നപ്പനെ അവിടെ വിടാം. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് വളച്ചൊടിച്ചിട്ട് അതൊരു വലിയൊരു ശിക്ഷയാണ്. ജിൻജോട് ഞാൻ പറഞ്ഞു എന്റെ അപ്പന്റെ പേര് ഗോപന്ന ഗോപകുമാർ. നിന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞു. എന്നോട് സ്നേഹമുള്ളതാണ്. എനിക്ക് കാര്യം രാവിലെ തൊട്ട് മനസ്സിലായിട്ട് സ്നേഹം പുള്ളിയുടെ സ്വഭാവം എനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ നടന്ന കാര്യം ഇവിടെ എനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഭയങ്കര മോശമുള്ള കാര്യം. ഒരു സ്ഥലത്ത് ഇൻസൾട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ജിൻഡോ. ഞാൻ തീരുമാനം അത് കഴിയുന്നത് എന്താ പറയുക? നന്നായി നിങ്ങൾ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു നന്നായി, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കും. ഒരു സ്ഥലത്ത് നിൽക്കണം. ഒരു സ്ഥലത്ത് നിൽക്കണം. നിങ്ങൾ ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഞാൻ അതിനൊന്നും അവര് പറഞ്ഞതൊന്നുമില്ല കാര്യം. എനിക്കത് കാര്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് കാര്യേണ്ട ആവശ്യമൊന്നുമില്ല. കേട്ടോ ആരോടാലും പറയാം. എന്തെങ്കിലും പറയാണെങ്കിലും മുഖത്ത് നോക്കി പറയാ. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരുടെയും പറയാം. അല്ലാതെ പുറകിൽ നിന്ന് പറഞ്ഞ കാര്യമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾ മസിൽ പിടിക്കുന്ന ഒരു ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ തന്നെ പറഞ്ഞു. അതുപോലല്ല ഇത്. ഇല്ല പേഴ്സണൽ ചോദിച്ചാൽ എന്താ കുഴപ്പം? അവിടെ നമ്മൾ ചോദിക്കുന്നതിന് ഇവിടെ ചോദിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ മസിൽ പിടിക്കലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇൻസൾട്ട് ആവും. നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻസൾട്ട് ആവുന്നല്ല. അതുപോലാണിത്. നിങ്ങൾ എന്തിനാ ഈ കാര്യം മാറ്റി മാറ്റി പറയുന്നത്? എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ഞാൻ നിന്നോട് കണ്ട രീതിയിൽ ഞാൻ നിന്നോട് കാര്യം ഒരു കാര്യങ്ങളും മറികണ്ണം കാടുക അത് ഭയങ്കര നല്ല ഏർപ്പാടല്ലത്. അതാവുകയാണ് ഇതും. ജിൻഡോ ഫ്ലോർ ക്ലീൻ ചെയ്യണം. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഈ ശിക്ഷ 1 എന്നുള്ള 2 ദിവസം ആക്കും. നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്യും. ഞാൻ ചായ പിടിച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ക്ലീൻ ചെയ്യും. ഇല്ല ഇപ്പൊ ചെയ്യണം. കേട്ടോ അർജുൻ ഇപ്പൊ ചെയ്തേക്കാം. ഞാൻ ചായ കുടിക്കുന്നില്ല കേട്ടോ. ഞാൻ ചായ കുടിക്കണവരെ കുടിപ്പിക്കാണ്ട് ഞാൻ ക്ലീൻ ചെയ്യണം. ഞാൻ കുടിക്കല്ലോ കേട്ടോ. കുടിക്കണ്ട. നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരാളുടെ ചായ നിഷേധിച്ചാണല്ലോ. രണ്ടാമത് ഇരിക്കട്ടെ. ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. ചായ കുടിക്കണ്ട. നിങ്ങളൊന്നും ചെയ്യും. ചായ കുടിക്കണ്ട. നിങ്ങൾ ചെയ്യ്. ഞാൻ ഈ ചായ നിഷേധിക്കുന്ന ആളാണല്ലോ. നിങ്ങളൊന്നും ചെയ്യ്. ചായ കുടിക്കണ്ട. ചെയ്യ്. എനിക്ക് തന്ന പണിഷ്മെന്റ് ഞാൻ എടുക്കാണ്. ഇതിനു വേണ്ടി വേറെ ഇതിനെ കമന്റ് അടിക്കാൻ അത് ഞാൻ പണിഷ്മെന്റ് കൊടുക്കും. ഞാൻ പണിഷ്മെന്റ് എടുക്കുന്നുണ്ട്. ആ പണിഷ്മെന്റ്
കമന്റ് അടിക്കുന്നവർ കമന്റ് അടിക്കാം. ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ആരാ അത് ചെയ്യുന്നത് ചേട്ടാ? ഞാൻ ഇവിടെ അങ്ങനല്ല. ഞാൻ കഴിഞ്ഞ ഈ ആഴ്ച പവർ ടീമിൽ കയറിയ വ്യക്തിയാണ്. കഴിഞ്ഞ തവണ എല്ലാം നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ പേഴ്സണൽ റൂം വന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. പറഞ്ഞ എന്താണ് പ്രശ്നം അറിയാം. പണി തടസ്സപ്പെടുന്നുണ്ടോ? പണി നടത്താൻ ഞാൻ ഇവിടെ ആരോട് പവർ ടീമിൽ വലിഞ്ഞു കയറണമെന്ന് പറഞ്ഞില്ല. എന്റെ കേട്ടിട്ട് എന്നെ വിളിച്ച് കയറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ നീ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് കയറ്റിയതാണ്. എന്നിട്ട് ഒരു സ്ഥലത്തിൽ വന്നിട്ട് പറയാണ് ഞാൻ ഔട്ട് ആവുന്ന പേടിച്ചിരിക്കുകയാണ്. പുറത്ത് നിന്ന് ഏതോ ഒരു വലിയൊരു മഹാൻ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ പഠിച്ചു വന്നിട്ട് ഇവിടെ അതേ സിലബസ് ഫോളോ ചെയ്തിട്ട് അടി തെറ്റാതെ ചെയ്യുന്ന മഹാനാണ് ഇപ്പോൾ തൂത്തോണ്ടിരിക്കുന്നത്. രാവിലെ കുറ്റം പറയാ, രാത്രി ഒന്ന് സോപ്പിട്ട് പറപ്പിക്കുക. ഞാൻ നിങ്ങളോട് കയറ്റണമെന്ന് പറഞ്ഞോ? ഞാൻ നിങ്ങളോട് കയറ്റണമെന്ന് പറഞ്ഞു പവർ ടീമിൽ. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് വന്ന് ചോദിച്ചോ എന്നോട് കയറ്റണമെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? ഞാൻ മാറിയില്ലെങ്കിൽ ചൂലിനടിക്ക്. അടിക്ക്. നിങ്ങൾ ചൂലിനടിക്ക്. അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് മാറ്റി മറിച്ചാൻ പറയാം. അപ്പൊ കാണുന്ന എന്റെ വേണ്ടി വിളിക്കുന്ന വ്യക്തിയാണ് ജിൻഡോ ബോഡിക്രാഫ്റ്റ്. അയാളുടെ അഭിപ്രായം എന്താണെന്നറിയോ? നീ പറഞ്ഞത് നന്നായി, എനിക്കത് പറയാൻ പറ്റത്തില്ല. തല്ലാൻ പറ്റുമോ? പവർ ടീമാണല്ലോ ഫേവറേറ്റ്സ് കാണിക്കുന്നത് അല്ലേ? ആണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് നമ്മളെ പറ്റി ഒരു അക്ഷരം അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതാ ഞാൻ പോകത്തില്ല. പോകത്തില്ല. ഇല്ല ഞാൻ പോകത്തില്ല. ഇതാ ഞാൻ പോകത്തില്ല. പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. നിന്റെ വിഷ് നിനക്ക് ആക്ടർ ആവണം. ഭയങ്കര കണ്ടുപിടുത്തായി. അതെ അറിയില്ല. ഓനെ വിളിക്കല്ലോ. ഞങ്ങൾ കാര്യം സംസാരിച്ചു. ഇവിടെ ഇരിക്കരുത്. ഇവിടെ ഇരിക്കേ. അർജുൻ എന്താണ് ഇത്ര ഡിമാൻഡ്? പറ്റൂല കേട്ടോ. 2 മിനിറ്റ് ഇരുന്ന് ചൊന്നാവില്ല. ഇരുന്നോ പറയാന്നില്ല. ഇവിടെ ഇരുന്നാ എനിക്ക് നോറ ആണോ? നീ പോയി ഉറങ്ങിക്കോ. അന്ന് മകൻ മാറിയപ്പോ നിന്റെ ആ സ്നേഹം ഞങ്ങൾ എനിക്കറിയാം. അർജുൻ വി മിസ് യു. നിങ്ങക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല ആരെയാ? ഈ വീട്ടിൽ എനിക്ക് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അതെല്ലാവർക്കും അങ്ങനല്ലേ? പെൺകുട്ടികൾ ആരെ കൂടുതൽ ഇഷ്ടം? പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് യെസ് ഒരാളുണ്ട്. എനിക്കറിയാം ആരെ പറയുന്നത്. എനിക്കറിയാം. ഓക്കെ എസ്റ്റിൽ തുടങ്ങും. ഞാൻ എവിടെ പോയാലും ആളെന്നെ നോക്കും. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ ഉണ്ടോ എന്നെ നോക്കി. ഞാൻ എവിടെ ഉണ്ടെങ്കിൽ എന്നെ നോക്കി. അന്ന് എല്ലാരും നോക്കണ്ടെങ്കിലോ?
പക്ഷെ ആളുടെ കണ്ണിൽ എന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. നിന്നെ മാത്രം. എന്നെ മാത്രം. ഇമോട്ടാൽ. തൊട്ടവാടി നീ ദുപ്പട്ടാവാലി തൊട്ടപാടെ ഉള്ളാകെ ഭോലി ഭാലി കയ്യാകെ മില്ലി മില്ലി രംഗ് രംഗോലി കണ്ണാകെ പൂക്കട പൂത്തിരി നീ ദിവാലി. മനസ്സിൽ അടിപൊട്ടി പൊട്ടി. How is looking? നല്ല കോമ്പിനേഷൻ. നല്ല കോമ്പിനേഷൻ. Yes. ദുപ്പട്ടാവാലി ദുപ്പട്ടാവാലി. അല്ല പറഞ്ഞു. അർജുൻ വാട്ട് ഡൂയിങ്? കുളിക്കാൻ പോകണ്ടോ? എവിടെയാണ്ട കേട്ടാ അവക്കിട്ട് കേൾക്കാം. மைண்ட் டிஸ்டர்ப்ல இருக்கா கேம் ஆடும்போது? ஆமா ஆமா 10 வாட்டி கேட்கறது. இதை കഴിച്ചില്ല, இப்போ കഴിക്കണം. எதுவுமே மைண்ட்ல எடுக்கണ്ട. എന്ത് പറ്റി? വരക്കായോ? നിങ്ങളെ വരക്കായോ? എനിക്ക് ഗിഫ്റ്റ്. എനിക്ക് ആ പുളിമുട്ട. ആരാ എനിക്ക് ഗിഫ്റ്റ്? അർജുൻ. എനിക്കിപ്പോ തൽക്കാലത്തേക്ക് 5 പേർ അർജുൻ തന്നെ. കുറച്ചൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കുക, മറ്റുള്ളവരുടെ വിഷമങ്ങൾ തിരക്കുക, മറ്റുള്ളവരെയും പാമ്പർ ചെയ്യാൻ നടക്കുക. അവർ ഉദ്ദേശിച്ചത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ പൊസിഷനിൽ നിന്ന് സംസാരിക്കാൻ നോക്കുക, മറ്റുള്ളവരിൽ കാഴ്ചപ്പാട് ചിന്തിക്കാൻ നോക്കുക. അത് കൺസേൺ ആക്കണ്ട. എനിക്കും ആ ഒരു ഞാനത് കൺസേൺ ആയിരുന്നു, മറ്റുള്ളവർ ഹേർട്ട് ആവുന്നത് കൺസേൺ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഹേർട്ട് ആവുന്ന ആ കൺസേൺ മ്യൂച്വലി വേണം. ഇപ്പൊ ഞാൻ സംസാരിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഹേർട്ട് ആവുന്ന വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഹേർട്ട് ആവുന്ന വിചാരിച്ച് മറ്റുള്ളവർ മിണ്ടായിരിക്കുന്നില്ലല്ലോ. അത് കൺസേൺ മ്യൂച്വലി ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ. ഒരാൾ മാത്രം മറ്റുള്ളവർക്ക് ഹേർട്ട് ആവുന്ന വിചാരിച്ച് മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി? ആ കൺസേൺ മ്യൂച്വലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനകത്ത് കയറിയ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര പണിയാണ്. ചിലപ്പോ ഇറങ്ങി വരും, മൂഡ് സിങ്സ് തോന്നി ഇറങ്ങി വരും.
അതല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ല, എനിക്ക് ജിൻഡോനെ. എനിക്ക് ജിൻഡോനാണ് ഏറ്റവും ഇഷ്ടം. ആണ് ശരിക്കും? ശരിക്കും കാരണം മുത്താണ് അങ്ങേര്. ആ പാൽപ്പല്ല് കാണിച്ചുള്ള ചിരി, ആ നക്കി നക്കിയുള്ള കുടി, അതിലൊക്കെ ആ ബൈസെപ്സ്, ആ മാസ് ഡയലോഗ്സ്, തീട്ടം, അപ്പി, തീട്ടങ്ങൾ, പാൽക്കുപ്പി, കൂട, അതിലൊക്കെയാണ് ഞാൻ വീണ് പോയത്. അതൊക്കെ മാസ്, അതിലൊക്കെ ഞാൻ വീണുപോയി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി. ജാൻമയ്ക്ക് ഇപ്പൊ പുതിയ കമ്പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പഴയ ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യണ്ടല്ലോ. പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പം പഴയ ഫ്രണ്ട്സിനെ കളഞ്ഞിട്ട് പോണത് പിന്നെ ജാൻമണി മാത്രമാണല്ലോ. അതെ. ഫുഡ് ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇത് നന്നായിട്ട് അപ്സര പാട്ട് കൊടുക്കും. ചേച്ചിമാരായി, അനിയനായി, അനിയത്തിയായി. എനിക്ക് വയ്യ. ഞാൻ ഒഴിച്ചത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. Like, what expression, man. Tadi. കൊതുകുണ്ട്, രക്തം കുടിക്കുന്ന കൊതുകൾ. അത് കഴിഞ്ഞിട്ട് 5 നിമിഷം വേഗം തീർക്കാം. നിന്നെ നന്നായിട്ട് ടി വി കാണാൻ പറ്റണോ? സുന്ദരിയല്ലേ ഇവിടേക്ക്? നമുക്ക് ഈ വേഗം ഈ മീറ്റിംഗ് തീർക്കേണ്ടതാണ്. പുട്ടുണ്ടാക്കുന്നു, പുട്ട് തള്ളുന്നു. Yes, പുട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി സ്റ്റാർട്ട്. ചെറുത് മതി കേട്ടോ. എല്ലാവരും കുറച്ച് മിണ്ടായിരിക്കും. മലയാളം പാടിക്കും, ഇഷ്ടമുള്ള പാടിക്കും. നെസ്സിൽ നിന്ന് പാടാൻ വന്ന ശരണ്യക്ക് അഭിനന്ദനങ്ങൾ. ശരണ്യ പുട്ട് മതിയോ? കണക്കമാണോ? ജസ്റ്റിന് ശ്രദ്ധിക്കൂ. ജാസ്മിൻ ജസ്റ്റിനാണ് പുതിയ അഡ്രിയാണോ? ജാസ്റ്റിൻ എന്ന് പറയാ. പക്ഷെ അർജുൻ പ്രശ്നമായിരുന്നല്ലോ എന്തോ. പാടാ, നീ കരയണ്ട, നീ അകത്തോട്ട് എന്തും പരിഹരിക്കാം. നമുക്ക് ഇങ്ങോട്ടാ, നമുക്കും കൈയൊക്കെ ഉണ്ട്. ഓ he's talking to you. Not talking, he has many people he can talk. നിനക്ക് കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് സംസാരിക്കണുള്ളാന്ന്. നമുക്കും കൈകളൊക്കെ ഉണ്ട്.